ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ 5ാം ദിനമാണ്. 5ാം ദിനമായ ഇന്ന് ദേവി ആദിപരാശക്തിയെ നമ്മൾ സ്കന്ദമാതാവ് എന്ന രൂപത്തിലാണ് ആരാധിക്കാറുള്ളത്. ആരാണ് സ്കന്ദമാതാവ്? അതെ, സ്കന്ദന്റെ അമ്മ. സ്കന്ദൻ എന്ന് പറയുന്നത് കാർത്തികേയനാണ്, ശ്രീ സുബ്രഹ്മണ്യൻ. നവരാത്രിയുടെ ഈ 5ാം ദിനത്തിൽ ദേവി ആദിപരാശക്തിയുടെ നവദുർഗാ ഭാവത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകാന്ഡ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാലരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി. ഇവയെല്ലാമാണ് ദേവി ആദിപരാശക്തിയുടെ നവദുർഗാ ഭാവം. ഇനി ഇന്നത്തെ 5ാം ദിനത്തില് ദേവി ആദിപരാശക്തിയുടെ സ്കന്ദമാതാവ് എന്ന ഭാവത്തിനെ കുറിച്ച് അറിയാം. ശുക്രാചാര്യരുടെ ശിഷ്യയായ മായ എന്ന അസുര സ്ത്രീക്ക് കശ്യപ മുനിയിൽ ഉണ്ടായ പുത്രനാണ് താരകാസുരൻ. ഈ താരകാസുരനെ വധിക്കാനായിട്ടാണ് സ്കന്ദന്റെ ജനനം എന്നത്. അതായത് സുബ്രഹ്മണ്യ സ്വാമി ജനിക്കുന്നത് തന്നെ വളരെ വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാ. താരകാസുരൻ എന്ന അതിശക്തനായ അസുരനെ വധിക്കാനായിട്ടാണ് സുബ്രഹ്മണ്യ സ്വാമി ജനിക്കുന്നത്. താരകാസുരൻ ഒരിക്കൽ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് ഒരു വരം പ്രാപ്തമാക്കേണ്ടായി. എന്താണ് ആ വരം? ഭഗവാൻ മഹാദേവന്റെ പുത്രനെ മാത്രമേ തന്നെ വധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. ഈ വരപ്രാപ്തി നേടുന്നതിലൂടെ താരകാസുരൻ താൻ എന്നേക്കുമായി അമരനായി തീർന്നു എന്ന് ഉറപ്പാക്കി. കാരണം അന്ന് താരകാസുരൻ ഈ വരം വാങ്ങുന്ന ആ സമയത്ത് ഭഗവാൻ ശിവശങ്കരൻ സതീദേവിയുടെ വിരഹ ദുഃഖത്താൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സമയമായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു ഘോര തപസ്സിൽ ഏർപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ താരകാസുരന് ഉറപ്പായിരുന്നു ഭഗവാൻ ശിവശങ്കരൻ ഇനി ഒരു ഗൃഹസ്ഥാശ്രമി എന്നുള്ള ഒരു ഭാവത്തിലേക്ക് ഒരിക്കലും മാറാനായിട്ട് പോകുന്നില്ല എന്ന്. പക്ഷേ അപ്പോഴാണ് പരിതസ്ഥിതികൾ മാറി മറിഞ്ഞത്. സതീദേവി പാർവതി ദേവിയായി പുനർജനിക്കുകയും ഘോര തപസ്സിലൂടെ ഭഗവാൻ പരമശിവനെ സ്വന്തമാക്കുകയും ചെയ്തു. അപ്പോഴും അവിടെ വേറൊരു തടസ്സമുണ്ടായിരുന്നു. ദേവി പാർവതിക്ക് കാമദേവന്റെ പത്നിയായ രതിദേവിയിൽ നിന്ന് ഒരു വളരെ വലിയ ശാപം ലഭിച്ചിട്ടുണ്ട്. അതായത് മറ്റ് സ്ത്രീകൾക്ക് എങ്ങനെയാണോ ഒരു പുത്രനോ അല്ലെങ്കിൽ ഒരു പുത്രിയോ ജനിക്കുന്നത്, ആ രീതിയിൽ പാർവതി ദേവിക്ക് അമ്മയാവാനായിട്ട് സാധിക്കില്ല എന്നത്. ഇത്തരം രീതിയിൽ ഒരു ശാപമായിരുന്നു പാർവതി ദേവിക്ക് രതിദേവിയിൽ നിന്ന് ലഭിച്ചത്. താരകാസുരൻ വരം പ്രാപ്തമാക്കിയതിനു ശേഷം ഇന്ദ്രലോകത്തും ദേവഗണങ്ങളോടും മനുഷ്യരോടും മൃഗങ്ങളോടും പക്ഷിമൃഗാദികളോടും യക്ഷന്മാരോടും കിങ്കരന്മാരോടും വരെ യുദ്ധത്തിൽ ഏർപ്പെട്ടു. മാത്രമല്ല ഈ ലോകം മുഴുവൻ തന്റെ അധീനതയിലാക്കാനായിരുന്നു താരകാസുരന്റെ ലക്ഷ്യം. താരകാസുരന്റെ വരത്തെ പറ്റി മനസ്സിലാക്കുന്ന എല്ലാ ദേവഗണങ്ങളും ഭഗവാൻ ശിവശങ്കരനിൽ അഭയം പ്രാപിച്ചു. അങ്ങനെ ഇവരുടെ വിഷമം മനസ്സിലാക്കുന്ന ഭഗവാൻ ശിവശങ്കരൻ തന്റെ പഞ്ചമുഖധാരി രൂപം പുറപ്പെടുവിപ്പിക്കും. ഈ 5 മുഖത്തിൽ നിന്ന് ഒരു ദിവ്യ തേജസ്സും പുറപ്പെടുവിപ്പിച്ചു. അങ്ങനെ ദേവി പാർവതി തന്റെ മുഖത്തിൽ നിന്ന് ഒരു ദിവ്യ തേജസ്സും കൂടെ പുറപ്പെടുവിപ്പിച്ചു. അങ്ങനെ ആ 6 ദിവ്യ ജ്യോതിസുകളെ അഗ്നിദേവനും വായുദേവനും കൂടെ ചേർന്ന് ഗംഗാദേവിയിൽ ഒഴുക്കിവിടുകയാണ് ചെയ്യുന്നത്. ഗംഗാദേവി ഈ 6 ദിവ്യ ജ്യോതിസുകളെ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ശരവണ പൊയ്കയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ 6 ദിവ്യ ജ്യോതിസിൽ നിന്ന് 6 മുഖങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അഭ്യർത്ഥന പ്രകാരം കാർത്തിക നക്ഷത്രത്തിലെ ദേവിമാരായ 6 ദേവിമാര് ഈ ദിവ്യ ജ്യോതിസുകളെ എടുത്ത് മുലയൂട്ടി വളർത്താനായിട്ട് തുടങ്ങി. ഏതൊരു അവതാരത്തിനും ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. ആ ഉദ്ദേശത്തിന്റെ സമയമാവുമ്പോൾ ദേവി പാർവതി ഈ 6 മുഖങ്ങൾ കാണുകയാണ്. ഈ 6 മുഖങ്ങളെ ദേവി പാർവതി ഒന്നായി ചേർത്ത് അങ്ങോട്ട് പിടിക്കുകയാണ്. അപ്പോഴാണ് 6 തലയും ഒരു ഉടലും കൂടെ ഉണ്ടാവുന്ന അറുമുഖൻ ഉണ്ടായിത്തീരുന്നത്. അങ്ങനെ ദേവി പാർവതി അറുമുഖനെ തന്റെ പുത്രനായി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് താരകാസുര വധം എന്ന വലിയൊരു ലക്ഷ്യം നിൽക്കുന്നുണ്ടല്ലോ. അതിനായി ദേവന്മാരുടെ പടയെ സജ്ജീകരിക്കാനായിട്ടുള്ള സർവ്വസേനാധിപതി പട്ടം ഭഗവാൻ സുബ്രഹ്മണ്യന് ശിവപാർവതിമാര് നൽകുകയാണ്. സർവ്വസേനാധിപതിയാവുന്ന തന്റെ പുത്രന് മാതാവ് നൽകുന്ന വലിയൊരു ആയുധമാണ് വേൽ. എന്നും ഭഗവാൻ സുബ്രഹ്മണ്യന്റെ ശരീരത്തിനോട് ചേർന്നിരിക്കുന്ന ആയുധമാണ് വേൽ. അങ്ങനെ അമ്മ നൽകിയ ആയുധവുമായി യുദ്ധം ചെയ്ത് ജയിച്ചു വരുന്ന സുബ്രഹ്മണ്യന് ജയന്തിനാഥർ എന്ന പേരും തമിഴകം നൽകിയിട്ടുണ്ട്. ഭഗവാൻ സുബ്രഹ്മണ്യൻ ജനിക്കുന്നത് തന്നെ വലിയൊരു ഉദ്ദേശം നടത്താനാണ്. അതായത് അധർമ്മത്തിനെ നിഗ്രഹിച്ച് ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കാനാണ് ഭഗവാൻ സുബ്രഹ്മണ്യന്റെ ജനനം. അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യന്റെ മാതാവായ ദേവി ആദിപരാശക്തിയെ നവദുർഗാ ഭാവത്തിലെ 5ാമത്തെ ഭാവമായ സ്കന്ദമാതാവ് എന്ന ഭാവത്തിലാണ് അറിയപ്പെടുന്നത്.
നവരാത്രിയുടെ 5ാം ദിനത്തിൽ ദേവി സ്കന്ദമാതയെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ബുദ്ധി, ധൈര്യം, ആരോഗ്യം എന്നിവ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. സിംഹാസനഗതാ നിത്യം പത്മാശ്രിതകരാദ്വയാ ശുഭതാസ്തു സദാ ദേവി സ്കന്ദമാതാ യശസ്വിനി. ഈ മന്ത്രത്തിലൂടെ നിങ്ങൾ ദേവി സ്കന്ദമാതയെ ആരാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും പ്രാപ്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നേ ദിവസം ദേവി സ്കന്ദമാതയുടെ അനുഗ്രഹം എല്ലാവർക്കും പ്രാപ്തമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം ഏവർക്കും നല്ലൊരു നവരാത്രിയും നേരുന്നു. ജയ ശ്രീകൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ.